അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് പൊങ്കാല ഇടാൻ പോവാട്ടോ. പൊങ്കാലക്കുള്ള സാധനങ്ങളെല്ലാം ബാഗിൽ എടുത്തു വെച്ചിട്ടുണ്ട്. വെള്ളം, തോർത്ത്, സഞ്ചി, കത്തി, നെയ്യ്, തേങ്ങ, ഏലക്ക പൊടിച്ചത് ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ബാക്കി ശർക്കര, ചട്ടി, വിറക് ഇതെല്ലാം അവിടെ നിന്ന് തന്നെ തരൂ കേട്ടോ. സഞ്ചി ഞാൻ എടുത്തത് പൊങ്കാലയിട്ട ചട്ടി കൊണ്ടുവരാനാണ് കേട്ടോ. പിന്നെ കുറച്ച് തുളസിയും ചെക്കിയും എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളെ കോട്ടറിലുണ്ടായ ചെക്കിയും തുളസിയും തന്നെയാണ് കേട്ടോ എടുത്തത്. സാധനം എല്ലാം ബാഗിൽ എടുത്തു വെച്ച് കഴിഞ്ഞു. ഇനി ഒന്ന് റെഡി ആയിട്ട് വരാം കേട്ടോ. സെറ്റ് സാരി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ ക്വാർട്ടറിൽ, എല്ലാം നാട്ടിലാണുള്ളത്. അപ്പോൾ ഇല്ല സാരി കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മളെ ടാക്സി വന്നിട്ടുണ്ട്. നമ്മൾ 2-3 മലയാളികൾ ഒന്നിച്ചാട്ടോ പോകുന്നത്. കുറച്ച് ദൂരം പോകാനുണ്ട്. നമ്മൾ അയ്യപ്പ മന്ദിരം ഉണ്ടല്ലോ, അവിടേക്കാണ് പോകേണ്ടത്. അവിടെ ദേവിയുടെ പ്രതിഷ്ഠയുണ്ട്. ഇവിടുന്ന് 1 മണിക്കൂർ ദൂരം ഉണ്ട് കേട്ടോ അവിടേക്ക്. ഇതാണ് നമ്മളെ എല്ലാമായ അഞ്ചു ചേച്ചി. പിന്നെ ഇത് ശാലിനി ചേച്ചി, ഇത് യുവറാണിയാണ്. യുവറാണി തമിഴാട്ടോ. മറ്റേത് അഞ്ചു ചേച്ചിയുടെ മോനാണ്. നമ്മൾ അമ്പലത്തിലേക്ക് എത്തുമ്പോഴേക്കും കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സ്ഥലമൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അമ്പലത്തേക്ക് വരുമ്പോഴുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഉള്ള ടെൻഷനായിരുന്നു. ആദ്യമായിട്ടല്ലേ പൊങ്കാല ഇടുന്നത്, ഒന്നും അറിയില്ല. പൊങ്കാല അടുപ്പ് എങ്ങനെ വെക്കണം എന്ന് പോലും അറിയില്ലായിരുന്നു. നമ്മളെ ഗുരുക്കന്മാരാണ് ഈ 2 ആള്, ശാലിനി ചേച്ചി, അഞ്ചു ചേച്ചി. പൊങ്കാലയുടെ A to Z കാര്യങ്ങൾ പറഞ്ഞത് ഇവരുണ്ടാകാം കേട്ടോ. മറ്റേ യുവറാണിയാണെങ്കിൽ അവിടെ പൊങ്കാല ഇങ്ങനെയല്ല എന്നാ പറഞ്ഞത് തമിഴ്നാട്ടില്. അതുകൊണ്ട് യുവറാണിയുടെ ആദ്യത്തെ പൊങ്കാലയാണിത്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞത് അഞ്ചു ചേച്ചിയും ശാലിനി ചേച്ചിയാണ്. നമ്മൾ വന്ന ഉടനെ ആദ്യം അമ്പലത്തിൽ പോയി കയറി തൊഴുതിട്ട് റെസിപ്റ്റൊക്കെ മുറിച്ചിട്ടാട്ടോ പുറത്തേക്ക് വന്നത്. ആ സമയത്ത് അഞ്ചു ചേച്ചി സീറ്റൊക്കെ പിടിച്ചു വെച്ച് കല്ലൊക്കെ എടുത്ത് വെച്ച് വിറകെല്ലാം എടുത്ത് വെച്ചു കേട്ടോ. ശാലിനി ചേച്ചി ചട്ടിയിലൊക്കെ ആയിട്ട് ചന്ദനം തേച്ച് വെക്കുന്നുണ്ട്. പൊങ്കാലക്കലം ഇവിടെ വെക്കുന്നതിന് തൊട്ട് മുമ്പ് കലത്തിന് ചോർച്ചയുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാട്ടോ വെള്ളം എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ പൊങ്കാലക്കലം എടുക്കുമ്പോൾ ചെറിയ കലം നോക്കി എടുക്കണം. നമ്മൾ കുറച്ച് വലിയ കലമാണ് എടുക്കുന്നതെങ്കിൽ തിളച്ച് വരാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുത്തു. ഇതൊക്കെ ഞാൻ പൊങ്കാല ഇട്ടതിന് ശേഷം പഠിച്ച കാര്യങ്ങളാട്ടോ. പായസമാണ് ഉണ്ടാക്കുന്നത്. 1/4 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അരിയും ഈ കുഞ്ഞു ബക്കറ്റ്, പിന്നെ ശർക്കര, ഇതൊക്കെ അമ്പലത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ തന്നത്. ഇന്നത്തെ എൻ്റെ ക്യാമറമാൻ അർജുനാട്ടോ, അഞ്ചു ചേച്ചിയുടെ മകൻ. അവരവിടെ അടുപ്പൊക്കെ ശരിയാക്കുന്ന സമയത്ത് നമുക്ക് അരിയൊക്കെ കഴുകിയിട്ട് പോവാം. എല്ലാവരും അരിയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ പൊങ്കൽ ഞാൻ അയ്യൻ്റെ പേരിലാട്ടോ ചെയ്യുന്നത്, ഐശ്വര്യലോക്ക്. ലക്ഷ്മി നാരായണ പത്രേ നാരായണ അമ്മേ നാരായണ ലക്ഷ്മി നാരായണ ലക്ഷ്മി നാരായണ പത്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി പത്രേ നാരായണ അമ്മേ നാരായണ നാരായണ
അങ്ങനെ എല്ലാവരും ഏകദേശം ആയിക്കഴിഞ്ഞു കേട്ടോ പൊങ്കാല. നമ്മൾ കുറച്ച് ലേറ്റായി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചട്ടി എടുക്കുന്ന സമയത്ത് കുഞ്ഞു ചട്ടി നോക്കി എടുക്കണമെന്ന്. എൻ്റെ കുറച്ച് വലിയ ചട്ടിയായിപ്പോയി. അതുകൊണ്ട് തന്നെ തിളച്ച് വരാൻ വേണ്ടിയിട്ട് ലേറ്റായി. വെയിലിന് നല്ല ചൂടുണ്ട് കേട്ടോ. വെയിലിനും ചൂടുണ്ട്, അടുപ്പിൻ്റെ ചൂടുമായി, പുകയായി. കഴിഞ്ഞവരെ എല്ലാവരും തണൽ നോക്കിയിട്ട് പോയിട്ടുണ്ട്. എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഏലക്കപ്പൊടി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതൊക്കെ വീട്ടിൽ നിന്ന് പൊടിച്ചിട്ട് കൊണ്ടുവന്ന കേട്ടോ. ഏലക്കപ്പൊടിയും തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി പഴം ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. ഞാൻ 2 പഴമാണ് കേട്ടോ ഇട്ടത്. പിന്നെ നെയ്യൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നെയ്യ് അങ്ങനെ കുറച്ച് ഒഴിച്ചു. നല്ല വെയിലായിരുന്നു കേട്ടോ. ഇവിടെ മറ്റേ കല്ലുണ്ടല്ലോ, ജില്ലിക്കല്ലായിരുന്നു താഴെ കാലിൻ്റെ അവിടെ. അതുകൊണ്ട് അതിൻ്റെ ചൂടുമായി. അങ്ങനെ നമ്മളെ പൊങ്കാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഏകദേശം എല്ലാവരും റെഡിയായി. എല്ലാവരും തണൽ നോക്കിയിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കാം. കത്തുന്നില്ല, പുകയുന്ന പുറത്തുനിന്നാ പുകയുന്ന. പൊങ്കാലയിൽ തളിക്കാൻ വേണ്ടിയിട്ട് തിരുമേനി വരും കേട്ടോ. അതിന് സമയമായിട്ടില്ല. എൻ്റെ പൊങ്കാലയിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതാ 2 ആൾ വരുന്നുണ്ട്. അലവട്ടനും നൈനുവിനെ കാണാണ്ടാട്ടോ ഞാൻ അമ്പലത്തിലേക്ക് വന്നത്. നൈനുവിനെ കൂട്ടിയിട്ട് വന്നാൽ ഒന്നും നടക്കില്ല. അലവട്ടന് ഒന്നാമത് ഡ്യൂട്ടി ഉണ്ട് ഇന്ന്. അപ്പോൾ ഓഫീസിലാകുമ്പോൾ അലവട്ടനെടുക്കാൻ ഇരുന്നോളൂ. അതുകൊണ്ട് അലവട്ടനൊക്കെ വിട്ടതാണ്. നൈനുച്ചേ, ഇതാ നൈനു പായച്ചോതാ. ദേവി നാരായണ ലക്ഷ്മി നാരായണ ലക്ഷ്മി നാരായണ മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ നാട്ടിലത്തെ പോലത്തെ ചോറും കറിയൊന്നും കിട്ടില്ലായിരിക്കും. മഹാരാഷ്ട്രയല്ലേ, പച്ചരി ചോറായിരിക്കും. നമുക്ക് നോക്കാം. ഏതായാലും വിശന്നിട്ട് വയ്യ. രാവിലെ ഒന്നും കഴിക്കാണ്ടാ വന്നേ. അങ്ങനെ പൊങ്കാല എടുക്കുമ്പോൾ ഫാസ്റ്റിംഗ് എടുക്കലുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ ഒന്നും കഴിക്കാണ്ട രാവിലെ വന്നു. അപ്പോൾ അങ്ങനെ ആദ്യത്തെ പൊങ്കാല ഉഷാറായി. അത് മഹാരാഷ്ട്രയിൽ അയച്ചായിരുന്നു ആദ്യത്തെ പൊങ്കാല. അങ്ങനെ നമ്മളെ പൊങ്കാല കഴിഞ്ഞ് നമ്മളെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഓക്കെ, ബായ്.